ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ തകർക്കുന്ന ഇറാനെ പ്രതിരോധിക്കാൻ യുഎസിന് സൈനിക താവളങ്ങൾ വിട്ടു നൽകി UK. അടിയന്തര യോഗത്തിലാണ് ബ്രിട്ടീഷ് മന്ത്രിമാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ ഇറാന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ യുഎസിന് അനുമതി നൽകിയ തീരുമാനത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഇറാന് നേരെയുള്ള ഇസ്രയേൽ US ആക്രമണങ്ങളിൽ പങ്കുചേരാൻ താൽപര്യമില്ലാത്തവരാണ് ഭൂരിഭാഗം ബ്രിട്ടീഷ് പൗരരെന്നും സ്വന്തം ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ചെയ്തതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇറാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്നത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇതൊരു വൈകിയ പ്രതികരണമാണെന്ന നിരാശ മറച്ചുവെക്കാതെയാണ് ട്രംപിന്റെ പ്രതികരണം. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണ്, കാരണം നമ്മുടെ ബന്ധം അത്രത്തോളം മികച്ചതാണ്. എന്നാൽ ഇതുപോലൊന്നും മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു ബ്രിട്ടൻ. എന്നാൽ ആ ദ്വീപ് ഉപയോഗിക്കാൻ ബ്രിട്ടൻ അമേരിക്കയെ അനുവദിച്ചില്ല. കുറച്ചുകൂടി വേഗത്തിൽ ബ്രിട്ടൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ട്രംപ് ബ്രിട്ടന്റെ നടപടിയെ വിലയിരുത്തിയത്. രാത്രിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. ദുബായിൽ ഡ്രോണുകൾ തകർത്തു. സൗദിയിലും കുവൈത്തിലും വിവിധ മേഖലകളിൽ ആക്രമണ ശ്രമം തടഞ്ഞു. ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷമായിരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി നൽകിയിട്ടുള്ളത്. പുതിയ പ്രസ്താവനയിലാണ് മുജ്തബ ഖമനേയി നിലപാട് വ്യക്തമാക്കിയത്. തുർക്കിയിലേക്കും ഒമാനിലേക്കും ആക്രമണം നടത്തിയത് ഇറാനല്ലെന്നും ഇവ ഇസ്രയേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. തലമുതിർന്ന നേതൃത്വത്തെ വധിച്ചാൽ ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന ശത്രുക്കളുടെ മോഹം തകർന്നുപോയെന്നും മുജ്തബ ഖമനേയിയുടെ പ്രസ്താവനയിലുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സമാധാനത്തിന് മുൻകൈയെടുക്കാമെന്ന പുതിയ വാഗ്ദാനവും ശ്രദ്ധേയമാണ്. യുദ്ധം തങ്ങൾ ജയിച്ചു കഴിഞ്ഞെന്ന അമേരിക്കൻ അവകാശവാദത്തെയും ഇറാൻ പരിഹസിച്ചു. അമേരിക്ക അവകാശപ്പെട്ടതല്ല സംഭവിക്കുന്നത് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പരിഹസിച്ചത്. ഇറാന്റെ വ്യോമ പ്രതിരോധം തകർന്നെന്ന് അമേരിക്ക അവകാശപ്പെട്ട ശേഷമാണ് F-35 വിമാനം ഇറാൻ വീഴ്ത്തിയത്. ഇറാന്റെ നാവികസേന തകർന്നെന്ന് അവകാശപ്പെട്ട ശേഷമാണ് USS ജെറാൾഡ് ഫോർഡിന് പിന്തിരിയേണ്ടി വന്നതും എബ്രഹാം ലിങ്കണ് ദൂരേക്ക് മാറേണ്ടി വന്നതെന്നും ഇറാൻ പരിഹസിച്ചു. ഇറാനെതിരെ US ഇസ്രയേൽ സംയുക്താക്രമണം തുടരുന്നതിനിടെയാണ് പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ സന്ദേശം പുറത്തു വന്നത്. പേർഷ്യൻ പുതുവർഷമായ നൌറൂസിനോടനുബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ സന്ദേശം സ്റ്റേറ്റ് TVയിലൂടെ പുറത്തു വന്നിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ നിന്ന ഇറാന്റെ ഐക്യത്തെക്കുറിച്ചും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുമാണ് ഖമനേയിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. മതപരവും ബൗദ്ധികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഇറാന്റെ ഉറച്ച നിലപാടിലൂടെ സാധിച്ചുവെന്ന് മുജ്തബ ഖമനേയി പറയുന്നു. 1-2 ദിവസത്തെ ആക്രമണം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാമെന്ന് കൊതിച്ച ശത്രുക്കൾക്ക് അടിപതറിയിരിക്കുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നും മുജ്തബ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇറാനെ ശത്രുക്കളുടെ നിലപാടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചെന്ന് പരമോന്നത നേതാവ് അവകാശപ്പെടുന്നു. ഏതാക്രമണത്തെയും പ്രതിസന്ധിയും തരണം ചെയ്യാൻ പാകത്തിലുള്ള ഭരണഘടനയാണ് ഇറാന്റേതെന്നും പ്രധാന നേതൃത്വത്തെ മൊത്തം ഇല്ലാതാക്കിയാലും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന വ്യവസ്ഥിതിയാണ് രാജ്യത്തിനുള്ളതെന്നും അതിനായി ഒരു സർവൈവൽ പ്രോട്ടോകോൾ ഇറാന്റെ പക്കലുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് മുജ്തബ ഉൾപ്പെടെ സംസാരിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം തന്നെ തുർക്കിയിലെയും ഒമാനിലെയും ആക്രമണം ഇറാനോ പ്രോക്സി സംഘടനകളോ നടത്തിയതല്ലെന്നും മുജ്തബ വ്യക്തമാക്കുന്നു. ഇത് സൗഹൃദം നിലനിൽക്കുന്ന അയൽ രാജ്യങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഫോൾസ് ഫ്ലാഗ് നീക്കങ്ങളാണെന്നും ഇറാന് നേരെ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കുമേലും അവരിത് പ്രയോഗിക്കുന്നുവെന്നും മുജ്തബ പറയുന്നു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ നാറ്റോ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു. ഒമാനിലെ സോഹർ പ്രവിശ്യയിൽ ഡ്രോണുകൾ പതിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.